ഹായ് ഗായ്സ്, കലിബ്രോ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 5th വീക്ക് ഒഫീഷ്യലിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 15 മത്സരാർത്ഥികളാണുള്ളത്. ഈ 15 പേരിൽ നിന്നാണ് ചിലപ്പോൾ 2 or 3 മത്സരാർത്ഥികൾ പുറത്തു പോവുക. അത് ഏതായാലും നിർണ്ണയിക്കാനുള്ള അവകാശം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവാത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വേണം. ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസ് വരെ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും കൂടെ ഈ വീഡിയോയുടെ കമന്റ് രേഖപ്പെടുത്തുക. ഇന്ന് രാവിലെ 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനുമോൾ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ അനുമോൾ ഇപ്പോഴും 1ാം പൊസിഷനിൽ തന്നെയാണ്. കാരണം മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലാണ്. വോട്ടിങ്ങിൽ 25,301 വോട്ട് നേടി 1ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് അനുമോൾ. 2ാം പൊസിഷനിൽ ഷാനവാസാണ് ഉള്ളത്. ഷാനവാസ് ഒരു അട്ടിമറി മുന്നേറ്റം നടത്തിയതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. അനീഷിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 2ാം പൊസിഷനിൽ വീണ്ടും കയറി വന്നത്. ഇപ്പോൾ 23,001 വോട്ട് നേടി 2ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 3ാം പൊസിഷനിൽ അനീഷ് തന്നെ തുടരുകയാണ്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഷാനവാസും ആയിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പിന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴും ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 3ാം പൊസിഷനിലാണുള്ളത്. 22,800 വോട്ടാണ് നേടിയിരിക്കുന്നത്. 4ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറ നല്ലൊരു മുന്നേറ്റം നടത്തിയിരുന്നു. എന്നാൽ ഇടയ്ക്കൊന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഒന്ന് കാലിടറി 4ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോഴും അത് തന്നെ തുടരുകയാണ്. 22,109 വോട്ട് നേടി 4ാം പൊസിഷനിൽ തന്നെ നിലകൊള്ളുകയാണ്. 5ാം പൊസിഷനിൽ ജിസേനാണുള്ളത്. ജിസേൽ ഇപ്പോൾ നമ്പിച്ചൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നൂറയുമായിട്ട് ഏകദേശം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 21,780 വോട്ട് നേടിയാണ് 5ാം പൊസിഷനുള്ളത്. 6ാം പൊസിഷനിൽ രേണുസുദ്ധി തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. വോട്ടിങ്ങിൽ ചെറിയ രീതിയിലുള്ള ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ 6ാം പൊസിഷനിൽ തന്നെ തുടരാൻ സാധിക്കുകയാണ്. 18,500 വോട്ടാണ് രേണു കരസ്ഥമാക്കിയിരിക്കുന്നത്. 7ാം പൊസിഷനിൽ അഭിലാഷാണുള്ളത്. അഭിലാഷ് ഏകദേശം സേഫ് സോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 12,150 വോട്ട് നേടിയാണ് തൻ്റെ 7ാം പൊസിഷൻ സുരക്ഷിതമായി നിലനിർത്തിയിരിക്കുന്നത്. 8ാം പൊസിഷനിൽ ആദില തുടരുകയാണ് ചെയ്യുന്നത്. ആദിലയ്ക്ക് നേരത്തെ നല്ലൊരു മുൻതൂക്കമുണ്ടായിരുന്നു. എന്നാൽ വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ 17,990 വോട്ട് നേടി 8ാം പൊസിഷനാണുള്ളത്. 9ാം പൊസിഷനിൽ അക്ബർ ഖാനാണുള്ളത്. അക്ബർ ഖാന് ചെറിയ രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. ഇപ്പോൾ ആദിലയുടെ തൊട്ടു പിന്നിലായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി ഇപ്പോൾ 9ാം പൊസിഷനാണുള്ളത്. 17,345 വോട്ടാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. 10ാം പൊസിഷനിൽ ബിന്നി തന്നെ തുടരുകയാണ്. ബിന്നി ഇപ്പം കുറേ നേരമായിട്ട് 10ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. പിന്നിലോ മുന്നിലേക്കോ പോയിട്ടില്ല. ഇപ്പോൾ 16,600 വോട്ട് നേടി 10ാം പൊസിഷനിലാണ് ഉള്ളത്. വരും മണിക്കുള്ള വോട്ടിംഗ് നിർണ്ണയമാണ്. 11ാം പൊസിഷനിൽ ആര്യൻ ഖത്തോറിയാണ് ഉള്ളത്. ആര്യൻ ഖത്തോറിയ ഇപ്പോൾ 16,309 വോട്ടാണ് നേടിയിരിക്കുന്നത്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയൊരു വോട്ട് നേടി മുന്നോട്ട് വരുമെന്ന്. എന്നിരുന്നാൽ കൂടെ വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. ഇപ്പോൾ 11ാം പൊസിഷനാണുള്ളത്. 12ാം പൊസിഷനിൽ അപ്പാനി ശരത്താണുള്ളത്. അപ്പാനി ശരത്ത് ഇപ്പോൾ ആര്യൻ ഖത്തറിയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് പിന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ 16,289 വോട്ട് നേടി 12ാം പൊസിഷനാണുള്ളത്. 13ാം പൊസിഷനിൽ റെന ഫാത്തിമയാണ് ഉള്ളത്. റെന ഫാത്തിമ ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയാണ്. നല്ല രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 15,766 വോട്ടാണ് നേടിയിരിക്കുന്നത്. 13ാം പൊസിഷനാണുള്ളത്. 14ാം പൊസിഷനിൽ ഒനീൽ സാബുവാണ് തുടരുന്നത്. ഒനീൽ സാബുവും റെന ഫാത്തിമയും ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഡേഞ്ചർ സോണിലാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. 15ാം പൊസിഷനിൽ ശൈത്യ സന്തോഷാണുള്ളത്. ഇത്തവണ പുറത്തു പോകും എന്ന് പ്രതീക്ഷിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് ശൈത്യ. പല ഘട്ടങ്ങളിലും തെന്നി മാറിപ്പോയിട്ടുണ്ട് എവിക്ഷനിൽ നിന്ന്. എന്നാൽ ഇത്തവണ അതുണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ടാറ്റ ബൈ.